അനുകൂല സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ക്യാൻ സ്ട്രൈക്ക് ഇറാൻ. അവിടെ ആരായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്? അമേരിക്ക ആയിരിക്കുമോ ഇസ്രയേൽ ആയിരിക്കുമോ എന്നതാണ് പ്രധാനം. ഇസ്രയേൽ ഇറാനെയും ഇറാൻ ഇസ്രയേലിനെയും പൂർണ്ണമായി ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയും. ടെക്നിക്കലി, അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി. പൂർണ്ണമായി ഇറാൻ്റെ എണ്ണ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് അത് ശുദ്ധീകരിച്ച് എടുത്ത് കൊണ്ടുപോകാവുന്ന രീതിയിൽ ഒന്നും പാടങ്ങൾ തുറന്നിട്ടാൽ പിന്നെ ആ രാജ്യത്തിന് പരമാധികാരമില്ല. ഇസ്രയേലിൻ്റെ സുരക്ഷാ വിഷയമാണോ അമേരിക്കയ്ക്ക് പ്രധാനം? അമേരിക്കയുടെ സാമ്പത്തിക മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തരം താല്പര്യങ്ങളാണോ പ്രധാനം എന്നതാണ്. ഇറാനാണ് ഗ്രൗണ്ടിൽ കേമൻ, അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ സ്വന്തം പൂമുഖം, സ്വന്തം മുറ്റം, സ്വന്തം പുരയിടം അവനവൻ അറിയാവുന്നിടത്തോളം അന്യനറിയാൻ പറ്റില്ലല്ലോ. റഷ്യൻ സൈന്യം ഇറാനു വേണ്ടി കടന്നു വരുമെന്നൊന്നും ഈ ഘട്ടത്തിൽ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ആ സാധ്യത കൂടി കാട്ടിത്തരുന്ന രീതിയിലാണ് ജോയിന്റ് നെയ്വൽ ബിൽഡപ്പ്. അതാണ് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുനിന്ന ഹോർമുസ് ഉപരോധം സംഭവിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിയും. ഏറിയൽ സാറ്റലൈറ്റുകൾ നൽകുന്ന ചിത്രങ്ങൾ ഒരു സൂചനയാണെങ്കിൽ ഇറാനിൽ നല്ല ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട്. മാത്രമല്ല ആണവ നിലയങ്ങളിൽ നിന്നും രാമാനം ആണ് ഫിസൈൽ മെറ്റീരിയലുകൾ മാറ്റിയത്. അമേരിക്കൻ കപ്പലിന് നേരെ ഡ്രോൺ അയച്ചല്ലോ, ഇതൊരു സൂചനയാണ്. നിങ്ങളുടെ നീക്കങ്ങൾ കൃത്യമായി ഞങ്ങൾ ഒപ്പിയെടുക്കും. അപ്പം ഈ 2 ആഴ്ച സമയം ഇങ്ങനെ വാങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഈ 2 ആഴ്ച എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു ആക്രമണം നടത്തിയാൽ ലോകം മുഴുവൻ ഒരുപക്ഷെ അമേരിക്കയെ പഴിച്ചേക്കാം. അമേരിക്കൻ ജനത തന്നെ അമേരിക്കയെ പഴിച്ചേക്കാം. ഡോക്ടർ മോഹൻ വർഗീസ് സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് ട്രംപ് ആക്രമണത്തിന് അനുമതി വൈകിപ്പിക്കുന്നത്, ഇറാൻ വഴങ്ങുമോ എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒത്തുതീർപ്പിന് വഴങ്ങുന്നില്ല എങ്കിൽ യുദ്ധമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ തീർച്ചയായും തിരിച്ചടിക്കുമെങ്കിലും ഇപ്പോഴുള്ള തിരിച്ചടി 1-2 വർഷങ്ങൾക്ക് ശേഷമുള്ളതിനേക്കാൾ പരിമിതമായിരിക്കുമെന്നാണ് ഇസ്രായേലും US-ഉം കരുതുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അവിടെ അമേരിക്ക മാത്രമായിരിക്കില്ല അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നത്, ഇസ്രായേലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇസ്രായേൽ കൂടി ഈ യുദ്ധത്തിലേക്ക് രംഗപ്രവേശം ചെയ്യും. ഏറ്റവും അനുകൂലമായ സാഹചര്യം അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം. ഇതാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ആ വിലയിരുത്തൽ വരുന്നത്? ഒരു 8 മാസം മുൻപ് നടന്ന ആക്രമണത്തിൽ, അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഫർദോയിലെയും നഥാൻസിലെയും ഇസ്ഫഹാനിലെയും ആണവ നിലയങ്ങളിൽ വലിയ പ്രഹരം. അത് പൂർണ്ണമായി തകർത്തു എന്നതിന് സ്ഥിരീകരണമില്ല, പക്ഷേ വലിയ പ്രഹരം അവിടെ ഉണ്ടായി. അതുകൊണ്ട് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം 2-3 വർഷത്തേക്ക് പിന്നോട്ട് പോയി. അതുകൊണ്ട് ഇറാൻ വന്നൊരു വരവിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ കേപ്പബിലിറ്റി, അത് യുദ്ധം ചെയ്യാൻ തക്ക മിസൈലുകൾ അല്ലെങ്കിൽ വാർ ഹെഡ്സ് രൂപീകരിക്കും, ന്യൂക്ലിയർ വാർ ഹെഡ്സ്. ആ ഒരു ചിന്ത മാറി. അപ്പോൾ ഉടനെ ഇറാന് ഒരു ന്യൂക്ലിയർ വാർ ഹെഡിലേക്ക് നീങ്ങാനാവില്ല. അപ്പോൾ അതൊരു 3 വർഷത്തേക്ക് തടഞ്ഞു വെച്ചു. അപ്പോൾ ഉടനെ പേടിക്കേണ്ടതില്ല, അതൊരു അനുകൂല ഘടകം. 2, ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൽ കാര്യമായ ഇടിവ് വന്നിട്ടുണ്ടാവണം. ഇറാൻ വലിയ തോതിൽ മിസൈലുകൾ ഉപയോഗിച്ചു ഇസ്രായേലിന് നേരെ. അതുകൊണ്ട് അത് എണ്ണം കുറഞ്ഞു എന്നല്ല, അത് റീപ്ലനിഷ് ചെയ്ത് കാണും. കഴിഞ്ഞ 8 മാസം കൊണ്ട് വലിയ രീതിയിൽ ആണ് അവനാഴിയിലെ അസ്ത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു എങ്കിൽ അത് റീപ്ലനിഷ് ചെയ്യും. അത് വീണ്ടും കൂടുതൽ എണ്ണം വെച്ച് നിറയ്ക്കും. അതിനുള്ള സമയം ആയിട്ടുണ്ട്, പക്ഷേ കൂടുതലാകാൻ പാടില്ല. ഇനി ഒരു 2 വർഷം ഈ രീതിയിൽ സമ്പുഷ്ടീകരണം തുടരുകയും ഈ രീതിയിൽ മിസൈൽ നിർമ്മാണം തുടരുകയും ചെയ്താൽ ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടാൻ ആവാത്ത രീതിയിലേക്ക് ഇറാൻ നീങ്ങും. നോക്കൂ, 2015 ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാനുമായി അമേരിക്ക എത്തിച്ചേർന്ന കരാറിലെ വ്യവസ്ഥ എന്താണ്? ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം 3.6%. അതായത് യുറേനിയം 235 സമ്പുഷ്ടീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ വൈദ്യുതി ഉത്പാദനത്തിന്, ഊർജ ഉത്പാദനത്തിന് ആവശ്യമായ രീതിയിൽ 3.6% വെച്ചിട്ട് മാത്രമേ സമ്പുഷ്ടീകരിക്കാവൂ. പക്ഷേ ഇപ്പോൾ നിലവിൽ 60% യുറേനിയം സമ്പുഷ്ടീകരണ തോത് ഇറാൻ കൈവരിച്ചു കഴിഞ്ഞു. അത് 90-ൽ എത്തിച്ച് നിർത്തുക, അതിനേക്കാൾ മുകളിലോട്ട് പോയാൽ അതിനർത്ഥം ആണവായുധങ്ങൾ കൃത്യമായി ഇറാൻ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. ഇറാൻ്റെ ഡിറ്ററൻസിൻ്റെ, പ്രതിരോധത്തിൻ്റെ ഒരു വലിയ പാരഡൈമായി മാറും ആണവ പ്രതിരോധം. ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ ഒരു ബേസിക് ഡോക്ട്രിൻ തന്നെ അങ്ങനെയല്ലേ? ബേസ്ഡ് ഓൺ ഡിറ്ററൻസ് ആണ്, നോ ഫസ്റ്റ് യൂസ്, ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. അതുപോലെ ഇറാനും ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ടാകും, ന്യൂക്ലിയർ ഡിറ്ററൻസ് പാരഡൈം ഉണ്ടാകും. അപ്പോൾ 10ാമത്തെ ആണവശക്തിയായി ലോകത്തെ 10ാമത്തെ
ആണവശക്തിയായി ഇറാൻ വരും. അത് ഒഴിവാക്കിയെങ്കിലേ പറ്റും. ഇപ്പോൾ അനുകൂല ഘടകമാണ്, അത് എത്തിയിട്ടില്ല, അതിപ്പോഴെത്തില്ല, കഴിഞ്ഞ അടുത്ത 2-3 വർഷത്തേക്ക് എത്തില്ല. അതുകൊണ്ട് ഈ അനുകൂല സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ക്യാൻ സ്ട്രൈക്ക് ഇറാൻ. അവിടെ ആരായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്? അമേരിക്ക ആയിരിക്കുമോ ഇസ്രയേൽ ആയിരിക്കുമോ എന്നതാണ് പ്രധാനം. എന്തായാലും ഇറാൻ്റെ ആണവ പദ്ധതിയോ ഇറാൻ്റെ മിസൈൽ പദ്ധതിയോ അമേരിക്കയ്ക്ക് യാതൊരു സുരക്ഷാ ഭീഷണിയും അമേരിക്കയുടെ മെയിൻലാൻഡിൽ ഉണ്ടാക്കുന്നില്ല. ഒരുപക്ഷെ അമേരിക്കൻ താവളങ്ങൾക്ക് ഭീഷണിയായിരിക്കാം, അത് മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഇറാന് ചുറ്റുമുള്ള താവളങ്ങളാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയല്ല. അതേസമയം ഇസ്രയേലിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ ത്രട്ടൻഡ് ആണ്. ചെറിയ രാജ്യമല്ലേ ഇസ്രയേൽ? കേരളത്തെക്കാളും വലിപ്പം കുറവുള്ള ചെറിയൊരു രാജ്യമല്ലേ? ആ ഒരു രാജ്യം ഇറാൻ്റെ ആണവ പ്രഹരം ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ പിന്നെ ഇസ്രയേൽ ഭൂമുഖത്തുണ്ടാവില്ലല്ലോ, ഇറാനും ഉണ്ടാവില്ല. കാരണം ഇസ്രയേൽ ന്യൂക്ലിയർ പവറാണ്, ഓൾറെഡി ഒരു ന്യൂക്ലിയർ പവറാണ്. ഇസ്രയേൽ ഇറാനെയും ഇറാൻ ഇസ്രയേലിനെയും പൂർണ്ണമായി ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയും ടെക്നിക്കലി, അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി. ഈ തിയററ്റിക്കൽ സാഹചര്യം പോലും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇസ്രയേലിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ പങ്കെടുക്കുകയോ ചെയ്യാം എന്നതാണ് ഇപ്പോൾ ഏതാണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ലാർജർ ഗെയിം പ്ലാൻ. അത് വർക്കൗട്ട് ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സന്ദേഹങ്ങളുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ആ ആക്രമണത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ഇസ്രയേൽ ആഗ്രഹിക്കുന്ന എല്ലാ സുരക്ഷാ ഉറപ്പുകളും ഒരു ഡീലിലൂടെ തന്നെ ഉണ്ടായാൽ ഒരു തുള്ളി രക്തം ചിന്താതെ സമാധാനപരമായി കാര്യങ്ങൾ നടക്കും. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇറാൻ്റെ വിപണി ഒരുപക്ഷെ തുറന്നു കിട്ടും. അമേരിക്കയ്ക്ക് വേണ്ടത് കച്ചവടമല്ലേ? ഇറാനുമായിട്ട് കച്ചവടം നടത്താൻ പറ്റും. ഇറാൻ്റെ എണ്ണയുടെ, ഇപ്പം വെനിസ്വേലയുടെ എണ്ണയുടെ കുത്തക പാത്രം ലഭിച്ചതുപോലെ ഇറാൻ്റെ എണ്ണയുടെയും കുത്തക അവകാശം അമേരിക്കൻ കമ്പനികൾ കെട്ടിക്കൂടായികയില്ല. അപ്പം അതിന് തക്ക അത് ആത്മാഭിമാനമുള്ള ഇറാൻ്റെ നേതൃത്വം അത് അംഗീകരിക്കുമോ? ഉറപ്പില്ല. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടം വന്നാൽ എന്ത് തരം വിട്ടുവീഴ്ചയാവും ആത്യന്തികമായി ഇറാൻ ചെയ്യുക? ഞാൻ ഈ പറഞ്ഞത് ഒരുപക്ഷെ ചെയ്യില്ല. പൂർണ്ണമായി ഇറാൻ്റെ എണ്ണ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് അത് ശുദ്ധീകരിച്ച് എടുത്ത് കൊണ്ടുപോകാവുന്ന രീതിയിൽ ഒന്നും പാടങ്ങൾ തുറന്നിട്ടാൽ പിന്നെ ആ രാജ്യത്തിന് പരമാധികാരമില്ല. അത്രയൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ട്രേഡിലേക്ക് കൂടെ പോകത്തക്ക രീതിയിൽ, ഇക്കണോമിക് ബെനിഫിറ്റ് കൂടി ലഭിക്കത്തക്ക രീതിയിൽ നീങ്ങിയാൽ അവിടെ ഒരു ഡീലിൻ്റെ സാധ്യത തള്ളിക്കളയാനുമാവില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമേ അല്ല വിഷയം, സുരക്ഷാ വിഷയമാണ്. അപ്പം ഇസ്രയേലിൻ്റെ സുരക്ഷാ വിഷയമാണോ അമേരിക്കയ്ക്ക് പ്രധാനം? അമേരിക്കയുടെ സാമ്പത്തിക മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തരം താല്പര്യങ്ങളാണോ പ്രധാനം എന്നതാണ്. ഇത് തമ്മിലുള്ള ഒരു ചക്രത്തി പോരാട്ടമാണ് ഇപ്പോൾ ഈ അമേരിക്ക ഇസ്രായേൽ ഒരു സംഘത്തിൻ്റെ ഒരു മനസ്സിലൂടെ പോകുന്നത്. എന്തായിരിക്കണം ആത്യന്തികമായ ലക്ഷ്യം? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ. കാരണം ബലമുള്ള വിഭാഗത്തിനല്ലേ വിജയിക്കാനാവൂ. ആത്യന്തികമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തിയുണ്ട്. അത് ഓൺ പേപ്പർ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഡിസ്പ്ലേ ചെയ്ത ശക്തിയാണ്. അതുമായി മാച്ച് ചെയ്യാൻ ഇറാനാവില്ല. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഇറാനാണ് ഗ്രൗണ്ടിൽ കേമൻ. അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ സ്വന്തം പൂമുഖം, സ്വന്തം മുറ്റം, സ്വന്തം പുരയിടം അവനവനറിയാവുന്നിടത്തോളം അന്യനറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇറാൻ്റെ ബാക്ക്യാർഡിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഇറാന് തന്നെയാണ്. അത് മാത്രമല്ല, ഇറാൻ ഒറ്റയ്ക്കല്ല, ഇറാന് പ്രോക്സീസ് ഉണ്ട്. ഇപ്പോഴും നിർജ്ജീവമെന്ന് തോന്നാമെങ്കിലും ഇറാൻ പ്രോക്സീസ് ഉണ്ട്. ഇറാൻ ദീർഘകാലമായി ഈ ഒരു അവസ്ഥ വരുമെന്ന് കണ്ടുകൊണ്ടൊരു ബിൽഡപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാഗവും പെട്ടെന്ന് ചാടിക്കൊരു തീരുമാനമെടുക്കാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൺവേർജൻസ് ഓഫ് അമേരിക്കൻ ആൻഡ് ഇസ്രയേലി ഇൻട്രസ്റ്റ് അത് ഒരു പ്രപ്പോർഷനിൽ വരുമ്പോൾ ഒരുപക്ഷെ സ്ട്രൈക്ക് നടക്കും. അല്ല എങ്കിൽ മറ്റൊരു രീതിയിലാണ് ആ കൺവേർജൻസ് വരുന്നതെങ്കിൽ ഒരു ഡീൽ ഇവിടെ സംഭവിക്കാം. ഇത് രണ്ടിനുമുള്ള ഈക്വൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. നമ്മളിവിടെ കാണേണ്ടത് ജനീവയിൽ 2ാം ഘട്ട ചർച്ച നടക്കുമ്പോൾ തന്നെയായിരുന്നു ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇറാൻ സൈനികാഭ്യാസം നടത്തിയതും യുഎസിന്റെ പടക്കപ്പൽ മുക്കിക്കളയുമെന്ന് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയതും. അപ്പോൾ ഈ മുന്നറിയിപ്പ് എത്രത്തോളം ശക്തമാണ്? അങ്ങനെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മുക്കിക്കളയാൻ മാത്രം ശക്തി ഇറാനുണ്ടോ? ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരാണ് ഹോർമൂസ് കടലിടുക്ക്. എന്താണ് ഹോർമൂസിനെ കുറിച്ച് ഇത്രയധികം വാചാലമാകുന്നത് ലോകം? സിമ്പിൾ ഒരു കാര്യമേ ഉള്ളൂ. പേർഷ്യൻ ഗൾഫ് എന്ന കടലിലേക്ക് ഒമാൻ ഉൾക്കടലിൽ നിന്നും, അതായത് അറേബ്യൻ സീയിൽ നിന്നും അകത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് ഒമാൻ ഉൾക്കടൽ. ഒമാൻ ഉൾക്കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കടക്കണം, ഒരു കടലിടുക്ക് കടന്നു പോകണം. അത് ഒരു 33 കിലോമീറ്റർ നാരോ ഒരു കടലിടുക്കാണ്.
13 കിലോമീറ്റർ വലിയ ദൂരമാണെന്ന് തോന്നാമെങ്കിലും കപ്പലുകൾക്ക് അത് വലിയ ദൂരമൊന്നുമല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹോർമൂസ് എന്ന കടലിടുക്കാണ് ഇതിന് മധ്യത്തിലുള്ളത്. അതായത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലും മധ്യത്തിലുള്ളത്. അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. ഇത് നിയന്ത്രിക്കുന്നത് ഇറാനാണ്, വടക്ക് ഭാഗം, ഹോർമൂസിൻ്റെ വടക്ക് ഭാഗം. തെക്ക് ഭാഗം നിയന്ത്രിക്കുന്നത് UAEയും ഒമാനുമാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ആ കടലിടുക്ക് തള്ളി നിൽക്കുന്ന ലാൻഡുള്ള രാജ്യങ്ങൾ. ഇറാൻ്റെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. ഈ മൂന്ന് ശക്തികൾ, ഇതിൽ ഇറാനാണ് ഒരു ഒഫൻസീവ് കേപ്പബിലിറ്റി കാട്ടുന്നത്. ഒമാൻ സൈന്യത്തെ അയക്കുമെന്നോ UAE സൈന്യത്തെ അയക്കുമെന്നോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ഇവിടെ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ആരുടെയാണ്? വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വഹിക്കുന്ന എണ്ണ ടാങ്കറുകൾ, മറ്റ് ചരക്ക് കപ്പലുകൾ എല്ലാം തന്നെ അതിലേ പോകും. അങ്ങനെ പോയെങ്കിലേ പറ്റൂ. എത്ര രാജ്യങ്ങളുടെ ചരക്കുകളാണ് വെളിയിലേക്ക് പോകേണ്ടത്, അല്ലെ അകത്തേക്ക് വരേണ്ടത്? ഇറാഖിന് മറ്റൊരു തുറമുഖമില്ല. അതുകൊണ്ട് പേർഷ്യൻ ഗൾഫിലൂടെ മാത്രമേ കടത്താൻ പറ്റൂ. സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങൾക്ക് അതിലേക്കൂടെ മാത്രമാണ് എണ്ണ കടത്താനാവുക. സൗദി അറേബ്യക്ക് അവർക്കൊരു ഭാഗ്യമുണ്ട്, അവരുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലുണ്ട്, ചെങ്കടൽ തുറമുഖങ്ങളുണ്ട് സൗദിക്ക്. UAEക്കും തുറമുഖം അതേ ഉള്ളൂ എങ്കിൽ പോലും UAEയിൽ നിന്നും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഒമാൻ വഴി അറബിക്കടലിലേക്ക് പൈപ്പ് ലൈൻ ഉണ്ട്, ഓയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് UAEയുടെ എണ്ണയുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും പുറം കടലെത്തിക്കാൻ കഴിയും, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒഴിവാക്കിക്കൊണ്ട്. അതേസമയം ബഹ്റൈൻ പൂർണ്ണമായും അവരുടെ നാച്ചുറൽ ഗ്യാസ്, അവരുടെ ഓയിൽ അത് കടത്തുന്നതിന് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചേ മതിയാകൂ. ഖത്തർ അതുപോലെ തന്നെ നിഷ്പക്ഷ രാജ്യം എന്നൊക്കെ പറയുന്ന ചർച്ചയ്ക്കൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന ഖത്തറിൻ്റെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എത്ര രാജ്യങ്ങളാണ് UAE, ഖത്തർ, പിന്നെ ബഹ്റൈൻ, കുവൈറ്റ് ലോക്ക്ഡല്ലേ. കുവൈറ്റിൽ നിന്നും പേർഷ്യൻ ഗൾഫിലൂടെ ഒമാൻ ഉൾക്കടൽ എത്താതെ വെളിയിലേക്ക് എണ്ണ പോവില്ലല്ലോ. അപ്പം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് ലോക എണ്ണ കടത്തിൻ്റെ, എണ്ണ വ്യാപാരത്തിൻ്റെ, എണ്ണ കൊണ്ടുപോകുന്നതിൻ്റെ 20%, ലോകത്താകെയുള്ള എണ്ണയുടെ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ 20%, നാച്ചുറൽ ഗ്യാസിൻ്റെ 25% കടന്നു പോകേണ്ട കുപ്പിക്കഴുത്താണ് ഹോർമൂസ്. ഇറാൻ പറയുന്നത് അതാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു സംഘർഷമുണ്ടായാൽ തങ്ങൾ അടച്ചിടും. അതിൻ്റെ ഭാഗമായി ഇറാൻ മുൻകൂട്ടി തന്നെ ഒരു ഡ്രിൽ, ഇത് തങ്ങൾക്ക് സാധിക്കുമെന്നറിയണമല്ലോ, അതിനുള്ള ഫയർ പവർ ഉണ്ടെന്നറിയണമല്ലോ. അതുകൊണ്ട് ഹോർമൂസ് കടൽ അടച്ചിട്ടുകൊണ്ട് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് 2 ദിവസം മുൻപ് ഇറാൻ്റെ സേന അഭ്യാസമുണ്ടായിരുന്നു. ഇറാൻ്റെ നാവികസേനയുടെ ഒരു ഡ്രിൽ, ഒരു മോക്ക് ഡ്രിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ പ്ലാൻ ചെയ്തിരിക്കുന്നു, ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് ആ ഭാഗത്ത് സ്ട്രാറ്റജിക്കലി സംയുക്ത നാവിക അഭ്യാസം പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഒന്ന്, ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് ലോകത്തെ കാട്ടുക. റഷ്യ നേരിട്ട് സൈനികമായി, റഷ്യ ഇറാൻ ഉടമ്പടിയൊക്കെ ഉള്ളത് ട്രേഡ് ഉടമ്പടിയാണ്. സൈന്യം കടന്നു വരും, റഷ്യൻ സൈന്യം ഇറാനു വേണ്ടി കടന്നു വരുമെന്നൊന്നും ഈ ഘട്ടത്തിൽ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ആ സാധ്യത കൂടി കാട്ടിത്തരുന്ന രീതിയിലാണ് ജോയിൻറ്റ് നെയ്വൽ ബിൽഡപ്പ്. അതാണ്. അതുകൊണ്ട് നിരന്തരം ഇറാൻ ഉപയോഗിക്കുന്നതാണ് ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കും. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമില്ല. കാരണം എണ്ണ വില തീപിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എണ്ണയുണ്ട്, എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്കുണ്ട്, ലോകത്തെ വെനസ്വേലയുടെ ഉൾപ്പെടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അത്ര നിസ്സംഗതയോടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്ന സാധ്യതയെ കാണാനാവില്ല. കാരണം അങ്ങനെ വന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾക്ക് വിലക്കയറ്റമുണ്ടാകും, ഉത്പാദനക്ഷമത കുറയും. ചൈനയായിരിക്കും ഏറ്റവും അഫക്റ്റഡ് ആകുന്നത്. ചൈനയിലേക്ക് ഉള്ള എണ്ണയുടെ സിംഹഭാഗവും വരുന്നത് ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമായിരുന്നു, കുറച്ച് റഷ്യയിൽ നിന്നും വരും. അപ്പോൾ വെനസ്വേലയിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും നിലച്ചു. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് രഹസ്യമായി ഓയിൽ ടാങ്കറുകൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൽ 2-3 ഓയിൽ ടാങ്കറുകളാണ് ഇന്ത്യൻ തീരത്ത് വെച്ച് കഴിഞ്ഞ ആഴ്ച പിടിച്ചെടുത്തത് എന്നൊരു വർത്തമാനമുണ്ടായത്. ചൈന ബൗണ്ടാണോ മറ്റേതെങ്കിലും രാജ്യത്തേക്കാണോ എന്ന സ്ഥിരീകരണമില്ല. ഇന്ത്യ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗോസ്റ്റ് ഷിപ്പുകളിൽ, അതായത് ഓയിൽ ടാങ്കറുകളിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ വ്യാജ പതാക ഉപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് കടത്തി വെളിയിലോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇറാൻ്റെ ഈ മറ്റൊരു തീരമുണ്ടല്ലോ, ഈ ഒമാൻ കോസ്റ്റ് ഉണ്ടല്ലോ, ഒമാൻ ഉൾക്കടലിൻ്റെ കോസ്റ്റ് ഉണ്ട് ഇറാനിൽ. അവിടെ നിന്നുള്ള ചബഹാർ പോലെയുള്ള പോർട്ടുകളുണ്ട്. അവിടെ നിന്നും കൊണ്ടുപോകുന്ന എണ്ണ ഓപ്പൺ കടലിൽ മറ്റ് വെസൽസിലേക്ക് അത് പകർന്ന് മാറ്റുകയാണ്, മറ്റ് കപ്പലുകളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പുതിയ ഓയിൽ ടാങ്കറുകളായിരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇത് ആണ് എണ്ണ കടത്തെന്ന് പറയുന്നത്. അത് ഉപരോധം മറികടക്കാൻ ഇറാൻ ചെയ്യുന്ന പണിയാണ്, അല്ലെങ്കിൽ ഇറാനുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം അമേരിക്ക അനൗപചാരികമായി തേടിയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 3 കപ്പലുകൾ
തടഞ്ഞു വെച്ചതും അതുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം ഉണ്ടായതും അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമൂസിലേക്കാണ് ഈ യുദ്ധം ഒരുപക്ഷെ ഹോർമൂസിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി അട്ടിമറിക്കാൻ സാധിക്കും. അത് ഏതാനും ദിവസങ്ങളാണെങ്കിലും ഒക്കെയാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുനിന്ന ഹോർമൂസ് ഉപരോധം സംഭവിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിയും. ശരിക്കും അമേരിക്കയുമായി ഇറാൻ യുദ്ധം ഉറപ്പിച്ചു അങ്ങനെ വേണമോ സംശയിക്കാൻ? കാരണം സാറ്റലൈറ്റ് വഴി കുറച്ച് ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇറാൻ്റെ ചില നീക്കങ്ങൾ ഈ ഒരു സംശയത്തിന് ബലം പകരുന്നതാണ്. ഇറാൻ പ്രധാന ആണവടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന് ആ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സംഘർഷ സാധ്യത നിലനിൽക്കെ പുറത്തു വന്ന ഈ കണ്ടെത്തൽ ഇറാൻ എന്തിനും തയ്യാറാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണോ? ഇന്ന് നിലവിൽ ലോകത്ത് ഏറ്റവും അധികം സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ കഴിയുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. അപ്പോൾ രാജ്യത്തെ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് സ്റ്റഡിയാണ്. ആ രാജ്യത്തിൻ്റെ ഉപരിതലത്തെക്കുറിച്ച് ഏറിയൽ വ്യൂ അത് ലഭിക്കും. പിന്നെ സാറ്റലൈറ്റ് ഓരോ സ്ക്വയർ ഇഞ്ച് ഉൾപ്പെടെ കറക്റ്റായി മനസ്സിലാക്കി അടയാളപ്പെടുത്തി അവിടെ നടക്കുന്ന ഓരോ മൈന്യൂട്ട് നീക്കം മാപ്പ് ചെയ്തെടുക്കുകയും അത് അവലോകനം ചെയ്യുക എന്നത് ഒരു സ്റ്റഡി മെറ്റീരിയൽ. യുദ്ധത്തിനുള്ള ഒരുക്കമെന്നൊക്കെ പറയുന്നത് കുറേ പടക്കപ്പലുകൾ കൊണ്ടിടുക എന്നതല്ല, മറിച്ച് ഇങ്ങനെയുള്ള സ്റ്റഡിയാണ്. ഓരോ സ്ഥലത്തെ ജിയോ മാപ്പിംഗ് ഉണ്ടാകണം. ഓരോ സ്ഥലത്തെയും കറക്റ്റ് ലൊക്കേഷൻ മാപ്പ് ഉണ്ടാകണം. അവിടെ എന്ത് തരം മൂവ്മെൻ്റാണ്, ആ മൂവ്മെൻറ്റിനെ ഒരു ട്രക്ക് നീങ്ങുന്നു, മിസൈൽ വഹിച്ചുകൊണ്ടുള്ള ട്രക്കാകാം, അത് കാണുന്നില്ല, മിസൈൽ ഉപരിതലത്തിൽ കാണുന്നില്ല, പക്ഷേ അത് ഉള്ളറയിലായിരിക്കാം. ഇത് അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഏറിയൽ സാറ്റലൈറ്റുകൾ നൽകുന്ന ചിത്രങ്ങൾ ഒരു സൂചനയാണെങ്കിൽ ഇറാനിൽ നല്ല ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട്. മാത്രമല്ല ആണവ നിലയങ്ങളിൽ നിന്നും രാമാനം ആണ് ഫിസൈൽ മെറ്റീരിയലുകൾ മാറ്റിയത്. ഈ കിലോ കണക്കിന് സമ്പുഷ്ടീകരിച്ച യുറേനിയം വളരെ സുരക്ഷിതമായ ഇടത്തേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ജൂൺ മാസം 2025 അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇറാനെ മാറ്റാൻ കഴിഞ്ഞു. ഒന്നുകിൽ അവർക്ക് മുൻപൊരു ധാരണയുണ്ട് അമേരിക്ക ആ ദിവസം അടിക്കും, അല്ല എങ്കിൽ അവരെന്തോ ഒരു ഉൾവിളി എന്ന നിലയിൽ അത് മാറ്റിയതാണ്. അതെവിടെയാണ് കൃത്യമായി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നത് ദുരൂഹമാണ്. അതുമാത്രമല്ല ഇറാൻ്റെ മിസൈൽ ശേഖരം, മിസൈൽ സിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ് ഉണ്ടെന്നാണ് ക്ലെയിം. ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച കണക്കുകളായിരിക്കും, അങ്ങനെ സിറ്റീസ് ഒന്നും കാണില്ല. പക്ഷേ മിസൈലുകൾ കൃത്യമായ സുരക്ഷിതമായ ഇടങ്ങളിലായിരിക്കണം ഒരു പക്ഷേ സൂക്ഷിച്ചിരിക്കുന്നത്. അത് വലിയ മലകൾ തുരന്ന് അതിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി, ഡീപ്പ് ഇൻസൈഡ് ദി മൗണ്ടൻസ്, അണ്ടർ ദ ബറോസ് ഓഫ് എർത്ത്, അങ്ങനെയൊക്കെ ആകാം. പല ഇടങ്ങളിലായും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മിസൈലുകൾ പെട്ടെന്ന് പുറത്തു വരും. ഒരു യുദ്ധം വരുമ്പോൾ പെട്ടെന്ന് പുറത്തു വരും. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ. ഇപ്പം ഇതൊക്കെ ഏറിയൽ മാപ്പിങ്ങിലൂടെ കണ്ടെത്തുന്ന ഒരു തിരക്കിലാണ്. ആ കണ്ടെത്തലാണ് ഒരുപക്ഷെ അതൊരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ അല്ലേ. ഇതാണ് അമേരിക്ക ഒരുപക്ഷെ പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു യുദ്ധത്തിൽ നിന്നും. അതുകൊണ്ട് ഇറാൻ്റെ ഫയർ പവറിനെയും ഇറാൻ്റെ ഡിഫെൻസീവ് കേപ്പബിലിറ്റിയെയും പരമാവധി നശിപ്പിക്കാൻ തക്ക സ്ട്രെങ്ത് തങ്ങൾക്കുണ്ടെന്ന് തോന്നുമ്പോഴാണ് ആക്രമണം സാധിക്കുക. അതുമാത്രമല്ല ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? മിസൈലുകളെയൊന്നുമല്ല, സർഫസ് ടു എയർ മിസൈലുകളെ ആയിരിക്കും ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത്. ഇറാൻ്റെ ഡിഫെൻസീവ് മിസൈൽസ് അല്ലെങ്കിൽ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ, അതായത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടാകുമല്ലോ, ആ കേന്ദ്രങ്ങളായിരിക്കും ആദ്യം അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇറാൻ്റെ എയർ സ്പേസ് തുറന്നു കിട്ടൂ. ഇറാൻ്റെ എയർ സ്പേസ് തുറന്നു കിട്ടി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാവുമെന്ന് അറിയില്ല നമുക്ക്, ഉണ്ടാവുകയാണെങ്കിൽ എയർ സ്പേസ് നിരന്തരം ആദ്യ റൗണ്ട് ബോംബാർഡ്മെൻറ്റ് ഒന്നും തന്നെ ന്യൂക്ലിയർ ആകണമെന്നില്ല. ബോംബാർഡ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ്റെ ഡിഫെൻസീവ് കേപ്പബിലിറ്റിയിലായിരിക്കും ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീടാണ് ഇറാൻ്റെ മിസൈലുകൾ ഉയർന്നു പൊങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മിസൈലുകൾ സ്റ്റോർ ചെയ്യുന്ന ഇടങ്ങളിൽ ആക്രമണം ഉണ്ടാകാം. മിസൈൽ വിന്യാസ തറകളെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഈ മൂവബിൾ പോർട്ടബിൾ ട്രക്കുകളാണ്, മൊബൈൽ ലോഞ്ചേഴ്സാണ്. അതെല്ലാം കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൽ കുറേ എണ്ണം തകർക്കപ്പെട്ടേക്കാം. അതുമാത്രമല്ല ഇറാൻ്റെ വ്യോമസേനയുടെ ഒരു വിമാനം പോലും പറന്നുയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തത്തക്ക രീതിയിൽ വ്യോമതാവളങ്ങൾ, റൺവേകൾ ഉപയോഗശൂന്യമാക്കിയേക്കാം. പിന്നീട് അമേരിക്കയുടെ ഒരു എയർ ലാൻഡിംഗ് ആവശ്യമായി വന്നാൽ അതിനാവശ്യമുള്ള റൺവേകൾ ഒഴിച്ചുള്ള റൺവേകൾ കുളമാക്കി മാറ്റിയേക്കാം. ഒരു പക്ഷേ എൻ്റെ ഒരു മനസ്സിലൂടെ പോകുന്ന ചിന്തയാണ്, ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ഒരുപക്ഷെ വെറുതെ വിട്ടേക്കാം. കാരണം ആത്യന്തികമായി അമേരിക്ക ഇത് ഏറ്റെടുക്കുന്നു എന്ന് കരുതുക, ഇറാനെ മൊത്തത്തിലല്ല, ഒരു അനുകൂല ഭരണകൂടം ഉണ്ടാക്കുക,
അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും? ഇറാൻ്റെ എണ്ണ സംഭരണികൾ, എല്ലാ എണ്ണപ്പാടങ്ങളും മറ്റ് സജ്ജീകരണങ്ങൾ, റിഫൈനറികൾ എല്ലാം തകർത്ത് കഴിഞ്ഞാൽ ഇറാന് അമേരിക്കൻ അനുകൂല ഭരണകൂടം ഉണ്ടായാലും മുന്നോട്ട് പോകാനാവാതെ വരും. പിന്നെ ഇറാന് ബാധ്യതയായി വരും. പിന്നീട് ഒന്നേന്ന് തൊട്ട്, അതും സാധ്യതയാണ്, അമേരിക്കൻ കമ്പനികൾക്ക് ഒന്നേന്ന് തൊട്ട് ഡ്രില്ലിംഗ് തുടങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ക്രൂരമായ ചിന്ത ഉണ്ടാവാം. അതുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്ത് ഏറിയൽ സാറ്റലൈറ്റ്സ് നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ആവശ്യം വന്നാൽ ഇതെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടും. പക്ഷേ ഇറാനുമുണ്ട് ഇതുപോലെയുള്ള സാങ്കേതികവിദ്യ. ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നതല്ല, ചൈനയുടെയും റഷ്യയുടെയും സാറ്റലൈറ്റ് ബാക്കിംഗ് ഇറാനുമുണ്ട്. അമേരിക്കയുടെ കപ്പൽ നീക്കം കൃത്യമായി ഇറാൻ ഡ്രോൺ അയച്ചല്ലോ, അമേരിക്കൻ കപ്പലിന് നേരെ ഡ്രോൺ അയച്ചല്ലോ. ഇതൊരു സൂചനയാണ്. നിങ്ങളുടെ നീക്കങ്ങൾ കൃത്യമായി ഞങ്ങൾ ഒപ്പിയെടുക്കും. ആ ഡ്രോണിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ലഭിച്ചു എന്നാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇറാന് ലഭിക്കാൻ ഇറാൻ ഓരോ നീക്കവും, അമേരിക്കൻ സൈന്യത്തിൻ്റെ ഓരോ നീക്കവും, എവിടെയെല്ലാമാണ് പോസ്റ്റുകൾ, എവിടെയെല്ലാമാണ് ഈ ഒഫൻസീവ് ബിൽഡപ്പ് ഉള്ളത്, ഇത് മനസ്സിലാക്കാൻ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനെ സഹായിക്കാൻ സാധിക്കും. നേരിട്ട് അവർ യുദ്ധത്തിൽ പങ്കെടുക്കില്ലായിരിക്കാം, പക്ഷേ അവർ നൽകുന്ന ടെക്നിക്കൽ ഇൻപുട്ട് വളരെ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് ഇറാന്. അതുകൊണ്ട് അങ്ങനെ വെനിസുലയിൽ അങ്ങനെ സംഭവിച്ചു, ചക്ക വീണ മുയൽ ചത്തു എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു നീക്കമേ അല്ല ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യുദ്ധം എന്ന സമ്മർദ്ദ തന്ത്രം എത്ര കടുപ്പിച്ചിട്ടും അമേരിക്ക ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഇറാൻ ഇപ്പോഴും സന്നദ്ധമായിട്ടില്ല. ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ അമേരിക്ക നടത്തുമ്പോൾ തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തി സൈനിക ഡ്രില്ലും ഇറാൻ നടത്തിയത്. അപ്പോൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തങ്ങൾ വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണോ ഇറാൻ? അങ്ങനെ വേണമോ കണക്ക് കൂട്ടാൻ? ഇത് രണ്ട് രീതിയിൽ തന്നെ കാണാം. ഒന്ന്, തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, തങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതി അതുണ്ട്. അപ്പം ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഇറാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല, അമേരിക്കയുമായി ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞത് വ്യക്തമായിട്ടാണ്, ഞങ്ങൾ സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നം ആണവ ആയുധങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും, അത് നിങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് നിങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കും എന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകാൻ ആവും. ഞങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആളുകളോട് സംസാരിച്ചിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ആണവ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നേരിട്ടോ അല്ലാതെ IAEA വെല്ലുവിളിയോ വന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ആണവ സമ്പുഷ്ടീകരണം ഞങ്ങളുടെ നയമല്ല, ആണവ ആയുധമുണ്ടാക്കുക എന്ന് ഞങ്ങളുടെ നയമല്ല. പക്ഷേ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി സമ്പുഷ്ടീകരണം തുടരും. നിങ്ങൾ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണം, 0 ലെവൽ എൻറിച്ച്മെൻറ്റ് എന്നതാണ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനയെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോഴും എടുക്കുന്ന നിലപാട് അതാണ്. തങ്ങൾ ആണവ ചർച്ചയ്ക്കെതിരല്ല, ഞങ്ങൾ സമ്പുഷ്ടീകരണം കുറച്ചുകൊണ്ടുവരാൻ തയ്യാറാണ്, ഞങ്ങൾ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാം, അതെല്ലാം ഉറപ്പുകളാണ്, അതെല്ലാം ഡീലിൻ്റെ ഭാഗമായി എഴുതാനും തയ്യാറാണ്. പക്ഷേ നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം, അതിന് തയ്യാറല്ല. ഇത് കൃത്യമായി പറയുകയാണ്. അതുപോലെ പറയുന്നു ഞങ്ങളുടെ മിസൈൽ കേപ്പബിലിറ്റി അത് ഞങ്ങളുടെ ഡിഫൻസിനുള്ളതാണ്, നിങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ, ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ മിസൈൽ ഇല്ല എങ്കിൽ പ്രതിരോധമില്ല, പ്രതിരോധമില്ല എങ്കിൽ രാജ്യമില്ല. അതുകൊണ്ട് അതിന്മേൽ ചർച്ചയില്ല. പിന്നെ നിങ്ങൾ പറയുന്നു പ്രോക്സികളെ ഞങ്ങൾ സഹായിക്കുന്നു. ഉണ്ട്, സഹായിച്ചിരുന്നു, പ്രോക്സികളെ സഹായിച്ചിരുന്നു, സിറിയ എന്ന രാജ്യത്തെ സഹായിച്ചിരുന്നു. ഇപ്പോഴില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇല്ല എന്ന് പറയുമ്പോൾ സഹായം നിർത്തണം എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം ഇറാൻ വീണ്ടും വീണ്ടും പറയുന്നു. അപ്പം ഇങ്ങനെ ഇറാൻ പറയുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ കൃത്യമായി വീണ്ടും 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 ആവർത്തിക്കുക. നയതന്ത്രത്തെ ഏറ്റവും വലിയ ഒരു പ്രഹേളികയാണ് ഒരേ നിലപാടുകൾ. ഇപ്പം ഏത് നിമിഷവും ആക്രമണം വരാം എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തെ കൊണ്ട് ചുറ്റും നിർത്തിയിരിക്കുന്നു. അപ്പോഴും ഇറാൻ ഇതേ കോറസ് പാടുകയാണ്, ഞങ്ങൾ ഇന്നതാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു മാറ്റവും വരുന്നില്ല. ഇറാൻ ഘട്ടം ഘട്ടമായി തങ്ങൾ ഇന്നതും കൂടെ കൺസെഷൻ ചെയ്യാം, ഇന്നതും കൂടെ ഉപേക്ഷിക്കാം, ഇന്ന കാര്യം കൂടെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം ഇറാൻ്റെ നിലപാട് മയപ്പെടുന്നു എന്നാണ് അർത്ഥം. ഇറാൻ്റെ നിലപാട് മയപ്പെടുന്നില്ല, അമേരിക്കയുടെ നിലപാട് മയപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതൊരു തന്ത്രമാണ് പരമാവധി. അതായത് ഇറാനിന് ബലഹീനതയുണ്ടല്ലോ, അമേരിക്കൻ സൈന്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, അമേരിക്കയുടെ ഫയർ പവറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ എന്തായാലും അമേരിക്ക കീഴടക്കാനാവില്ല. അമേരിക്ക ഒരുപക്ഷെ ഇറാൻ്റെ മേൽ നാശം വിതയ്ക്കാനാവും. കീഴടക്കുക എന്നുള്ളത് മറ്റൊരു കോൺസെപ്റ്റാണ്. നാശം വിതയ്ക്കാനാവും. ഇറാൻ അത് ആവില്ല എന്ന് പറഞ്ഞാൽ ഏതാനും കപ്പലുകൾ മുൽക്കാനോ ഏതാനും ടോർപിഡോസ് ഒക്കെ ചെയ്യാനും അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന് ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയും. പക്ഷേ പൂർണ്ണമായി ഇറാന് അമേരിക്കയെതിരെ ഒരു വൻ യുദ്ധം ജയിച്ചു വരാനാവില്ല. അങ്ങനെ ജയിച്ചു വരാൻ അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അതാണല്ലോ സാങ്കേതികത എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ചെയ്യാനൊക്കുന്നത് എന്താ? നയതന്ത്ര യുദ്ധത്തിലെങ്കിലും ഒരു അപ്പർ ഹാൻഡ് നേടണമെങ്കിൽ
അബ്ബാസ് അറാക്ചി എന്ന അഗ്രഗണ്യനായ നെഗോഷിയേറ്റർ, അതാണൊരു ബലം. ദറ്റ്സ് എ ഹ്യൂമൻ ഫാക്ടർ. അബ്ബാസ് അറാക്ചിക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, അബ്ബാസ് അറാക്ചി മിടുക്കനായ ഒരാളാണ്, നല്ലൊരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി, നല്ലൊരു അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വിദ്യാർത്ഥി, നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം, കരിയർ ഡിപ്ലോമാറ്റ് കൂടിയായിരുന്നു. എന്തു പറയണമെന്നും ഏതറ്റം വരെ പോകണമെന്നും എത്രത്തോളം താഴണമെന്നും കൃത്യമായ നിലപാടുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ എത്രത്തോളം മറുപക്ഷം മെൻ്റലി ഡൗൺ ആകുമെന്നും അറിയാവുന്ന ഒരാളാണ് അബ്ബാസ് അറാക്ചി. മറുപക്ഷത്തെ ജാരഡ് കുഷ്ണറും, അതിപ്പോൾ ട്രംപിൻ്റെ മരുമോൻ മാത്രമാണ്. അതുമാത്രമല്ല ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന ദൂതനെ വിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രാൻസാക്ഷണൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്, പ്രൊഫഷണൽ ട്രാൻസാക്ഷനിലാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ നെഗോഷിയേറ്റിംഗ് പാറ്റേൺ ആണ്. അപ്പോൾ ഈ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ രണ്ട് വിഭാഗങ്ങൾ ഇരിക്കുമ്പോൾ രണ്ട് പാരഡൈംസ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇറാൻ കൺസിസ്റ്റൻ്റ്ലി വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നു. വിട്ടുവീഴ്ചയില്ല എന്ന് പറയുമ്പോഴും അവർ രഹസ്യമായി സമയം കൂടുതൽ ചോദിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ചർച്ചയിൽ ജനീവയിൽ വെച്ച് നടന്ന രണ്ടാം റൗണ്ട് ചർച്ചയിൽ എന്താണ് പറഞ്ഞത്? വളരെ പോസിറ്റീവായിട്ടാണ് ഇറാൻ പ്രതികരിച്ചത്. മനസ്സിലൊരു പക്ഷേ പോസിറ്റീവ് ആയിരിക്കില്ല, പക്ഷേ പ്രതികരിച്ച പോസിറ്റീവായിട്ടാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, എൻ്റെ ഫ്രെയിംവർക്ക് തയ്യാറായി. അമേരിക്ക ഒന്നും മിണ്ടുന്നതുമില്ല, ഇറാനാണ് പറയുന്നത് ഫ്രെയിംവർക്ക് തയ്യാറായി, അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യണം, കുറച്ചുകൂടെ സമയം വേണം, ഞങ്ങളൊരു പ്രപ്പോസലുമായിട്ട് വരും 2 ആഴ്ചക്കുള്ളിൽ. അപ്പം ഈ 2 ആഴ്ച സമയം ഇങ്ങനെ വാങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്കും പെട്ടെന്ന് അങ്ങോട്ട് ഈ 2 ആഴ്ച എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒരു ആക്രമണം നടത്തിയാൽ ലോകം മുഴുവൻ ഒരുപക്ഷെ അമേരിക്കയെ പഴിച്ചേക്കാം, അമേരിക്കൻ ജനത തന്നെ അമേരിക്കയെ പഴിച്ചേക്കാം. എന്തിന് ചാടി പുറപ്പെട്ടു, യുദ്ധമെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ട്രംപ് എന്തിന് പുതിയൊരു യുദ്ധം തുടങ്ങി എന്ന് അമേരിക്കൻ ജനത ചോദിക്കും. അവസാനം അമേരിക്ക ഒരു കുറുക്കൻ കള്ളുകുടത്തിൽ തലയിട്ടത് മാതിരിയാകും, ഊരിക്കൊണ്ട് പോകാനാവാത്തൊരവസ്ഥയായി പോകും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് ഇറാൻ പറയുന്നു. അപ്പോൾ എവിടെയാണ് അമേരിക്കയ്ക്ക് ഒരു വഴുതലുള്ളത്, എവിടെയാണ് അമേരിക്കയ്ക്ക് വീക്ക്നെസ് ഉള്ള, വൾണറബിലിറ്റി ഉള്ളത് എന്ന് നന്നായി ഇറാൻ അറിയാം. അതുകൊണ്ടാണ് ആ രീതിയിൽ സമയം വാങ്ങിയെടുക്കുക. ഡിലേയിങ് ഈസ് എ ടാക്ടിക്സ് ബ്യൂട്ടിഫുള്ളി എംപ്ലോയിഡ് ബൈ ഇറാൻ.